ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് ദ പ്ലേസ് നെയിം ഇസ് പച്ചാന്തേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുസ്കോയിൽ നിന്നും ഒരു 4-5 hours നമ്മൾ ട്രാവൽ ചെയ്താലാണ് ഇവിടെ എത്താം. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം പുറത്തുള്ളത്. ഇപ്പോൾ വെയിലായി. ഇന്നലെ രാത്രി എല്ലാം -6 നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ടെൻ്റ് അടിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ നമ്മുടെ പവർ ബാങ്കും ഫോണിലൊന്നും ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂം എടുത്തത്. പിന്നെ ചീപ്പായിട്ട് ഇട്ടുകൊണ്ടും പിന്നെ നമ്മൾ എടുത്തു. അവിടെയൊക്കെ നോക്കി ആ ഒരു മൗണ്ടെയിൻ കണ്ടോ, സ്നോ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് അതുവഴിയെല്ലാം ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് വഴിയൊന്നും നമുക്കറിയില്ല. നമ്മൾ ചുമ്മാ അങ്ങ് പോവാണ്. അവിടെ കുറേ കാറുകൾ കണ്ടോ, ആ കാറുകളൊക്കെ വേറെ ടൂർ എടുത്തിട്ട് വന്നിട്ടുള്ളവരാണ്. 4 മണിക്ക് കുസ്കോന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ തുടങ്ങും ട്രക്കിങ്, രാത്രി തന്നെ തിരിച്ചു പോവും. അങ്ങനെ കുറേ പൈസയും വേണം ഗൈഡിനൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 10 സോളോ വല്ലതും എൻട്രി ഫീ പോലെ കൊടുക്കേണ്ടി വരും ലോക്കൽ ആൾക്കാർക്ക്. അതും ഉറപ്പുള്ള കാര്യമില്ല. നമുക്ക് നല്ല സാധനങ്ങളെല്ലാം കൊടുന്ന് നമ്മൾ ബസ്സിൽ വേറെ വരുമ്പോൾ നല്ല ചീപ്പായിട്ട് തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ടൈം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്ത്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇത്ര ദിവസമായിട്ട് മേടിച്ചില്ല. സോ ബ്രെഡ് മേടിക്കണം. വേണ്ടിയിട്ട് ബോട്ട് ഓക്കെ, അവൾ ഓൾറെഡി ഒരു ബ്രെഡ് മേടിച്ചായിരുന്നു. അത് ന്യൂട്രല കൂട്ടി കഴിച്ച്. എനിക്ക് ന്യൂട്രല അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. സോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ സൗണ്ടൊക്കെ മാറിയെന്ന് തോന്നുന്നുണ്ട്. എനിക്കെന്തോ ത്രോട്ട് പെയിനും ചെറിയ ഇതുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്. No, I will. How? Yeah, I can tag here. Oh, you have that. You can put on mine. Your bag is heavy, no? Yeah. Put that on mine. Okay. Yeah. സോ ബ്രെഡ് മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. വിശക്കുന്നുണ്ട്. ഫുഡൊക്കെ ഉണ്ട് കാര്യം ഇവിടെ. പക്ഷെ ഉച്ചക്കേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. നമ്മളിത് ഇവിടെ ഒരു 6 പീസ് ബ്രെഡ് മേടിച്ചിട്ടുണ്ടേ. ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയതാ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ട്യൂണെങ്കിലും ഉണ്ട് കഴിക്കാൻ. അവൾക്ക് ട്യൂണ പോലും ഇല്ല. അതാണ് പ്രശ്നം. എനിക്ക് അറ്റ്ലീസ്റ്റ് ട്യൂണ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. So inside is just sleeping bag, is it? Sleeping bag and 2 sleeping bag and 1 what is that? Sweater, jacket. Yeah, another thing and blanket. Oh, okay. Wow. This is the reason why I have such a small bag, because I don't carry anything. Yeah, I know. But if I start trekking like this, I will have to. There is no way. Yeah. Let's go. Okay, let's go. Vamos. ഇവിടെ നോക്ക്, ശരിക്കും ഒരു ഹിമാചൽ ഫീലില്ലേ? എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ലഡാക്ക്, ഹിമാചൽ, പക്ഷെ ബ്യൂട്ടിഫുൾ ആണേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഈ വെള്ളമെല്ലാം കുടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പൈപ്പിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിച്ചത്. പൈപ്പിൽ വെള്ളം വരുന്നത് കണ്ടോ, ഇവർ ഓൾറെഡി ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിലെ വെള്ളമാണ് അവർ കുടിക്കുക. This is same like Ladakh, right? Himachal feels like, but the people it's different because the dress is very beautiful, right? And people are friendly. Himachali dress is also very beautiful. Yeah, But very colorful, but different style. yeah, but this is more like, you know, very much traditional feels Yeah. like, Yeah. because they put in something on the head. Yeah, they wear it. And all you know the it's time. very big. Yeah. I It's don't very know why. big. What is the This is very similar to Bolivia, Aymara tribe, but they are rude and they are very different. We can go by this also. We can take a horse and go. Lots of people, maybe aged people, they can take and go. It will be beautiful. This is the best time to trekking, right, in Peru? We came at such a good time because it's not cold. Yeah, It is cold. I think April, May, Very June, cold. July. No, Cold? no. From This June. time? From June to August is the best time to be in Peru. Okay, June to August. June, July, August. September is still okay, but after September, no. Okay. After September, Very cold, rain. I think rain is the problem. Yeah. Chill is cold now, but rain is the problem. എന്ത് രസാ നോക്ക്, നല്ല നീല സ്കൈല്, നല്ല ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളർ ക്ലൗഡ്സ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കണ്ട. അത് നല്ല വെള്ളം കുടിക്കാൻ പറ്റും. നമ്മൾ കയറി തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്, അതാണ്.
We starting from, I think, 4,300. I have the application for checking altitude without internet. Yeah, I have, so easy to check. We are going to reach 5,100. If we camping, we have to camp little bit down, otherwise we will die. But it's beautiful, Ri. Wow, it's good. Imagine Wow. all over the world, we are 2 girls Yeah. doing it alone. Yes. ഇത് നോക്ക്, നടക്കുന്ന വഴിയിലെല്ലാം എല്ലാം കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയെന്ന്. അടിപൊളി. എനിക്കൊന്നും ഇടുന്നൂടാ. ഇവിടെ നീളം അതുണ്ട്. അയ്യോ, ഇപ്പോഴേ ക്ഷീണിച്ചു തുടങ്ങി. ജസ്റ്റ് കുറച്ച് നടന്നു തുടങ്ങിയുള്ളൂ. യു സീ ദ ബൈക്സ്? ഐ തിങ്ക് ദ ലോക്കൽ പീപ്പിൾ ബൈക്സ്. Yeah? Because there is a board I saw. It's prohibited bikes. നമുക്ക് കുതിരയിൽ പോവാം, അല്ലെങ്കിൽ നടന്ന് പോവാം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. Yeah. No. No. Only the local people can go. Yeah. Only local people can go. നല്ല വെയിലുള്ളതുകൊണ്ട് കുറച്ച് നടന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ 2 ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റി. ഓൾറെഡി ഒരു ജാക്കറ്റ് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഈ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഇത് മാറ്റി, വേറെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, മാറ്റി, ഓറഞ്ച് മാറ്റി. സോ ഇവിടെ ഇങ്ങനെ നടന്നു പോകണ വഴിക്കൊരു ഹട്ട് കണ്ടു. ആ ഹട്ട് കണ്ടപ്പോൾ ആ ഹട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാം. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടുന്ന് നടന്ന് തിരിച്ചിറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാം, ക്യാമ്പ് ഫയർ ഇടാം. എൻ്റെ അമ്മോ, എന്തൊരു ബ്യൂട്ടിഫുള്ളും എന്ത് രസമാണെന്നറിയോ. എവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം നമുക്ക് കുടിക്കാം, കുളിക്കാം, വാഷ്റൂം പോവാം, എല്ലാം ചെയ്യാം. ഓ, ഇതിൻ്റെ വീടിൻ്റെ എൻട്രൻസ് എവിടെ നോക്കട്ടെ. ഓ, ഞാൻ പയ്യെ നടക്കുന്നു. എന്നാലും ഇല്ല, എൻട്രൻസ് ഇല്ലേ? ചേടാ, അയ്യോ, ഇങ്ങനെ ഒരു ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എൻട്രൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഈ ഒരു സൈഡും കൂടെ നോക്കാമല്ലോ. ഓ, ഇത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഇവിടെ ഇത് സ്കൈ ആണെങ്കിലും. അയ്യോ, എൻട്രൻസ് ഇല്ലാത്ത വീട്. ഇതാരോ വെറുതെ കെട്ടി വെച്ചാന്ന് തോന്നുന്നു. എൻട്രൻസ് ഇല്ല. ദർ ഇസ് നോ എൻട്രൻസ്. No entrance. No entrance, girl. No. No, girl. No. അവൾക്ക് ബാഗൊന്നും ഏറ്റി നടക്കാൻ ഇഷ്ടമല്ല. നമുക്കിത് ശീലമായല്ലോ. എൻ്റെ പകുതി സാധനങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓൺലി ആവശ്യമല്ലേ എടുത്തുള്ളൂ. എന്നിട്ടും ഹൈറ്റിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ഈ ലോകം എത്ര മനോഹരമാണല്ലേ. നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുള്ളാ. കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് മടുക്കുന്നില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ലേക്കെല്ലാം ഉണ്ട്. അത് അതിനേക്കാൾ അടിപൊളിയാണ്. പയ്യെ നടക്കുക. ഇവിടെ ഒരു ഡോഗ് നോക്ക്. ഓ, ക്യൂട്ട്. Hola. ¿Cómo estás? Bien? Oh, cute. Very cute. It looks like a mix of a fox. Pahadi wala. How do I forget the name of the dog? Pahari dogs. No, dogs I forget the Hindi. German Shepherd. No, I forget the name of the dog. How to say Hindi? Kutta. Kutta. I forget Hindi now. Kutta. This is Kutta. Cute. ആരുടെ കൂടെ പോയിട്ടാ വരുന്നേ നീ? ഞങ്ങളുടെ കൂടെ വരുന്ന ഒന്നും കൂടെ. ഞങ്ങൾ ഒറ്റയ്ക്കാ. ഈ മലമുകളിലുള്ള ഡോഗ്സിനൊക്കെ ഭയങ്കര അടിപൊളി ഫറായിരിക്കും. ക്യൂട്ട്. ടാറ്റാ. പൊക്കോട്ടോ. ബൈ. കണ്ടോ, വേറെ ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരും. എല്ലാവരും രാവിലെ നേരത്തെ പോവും. ഓലാ. എന്നിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങും. അങ്ങനെയാണ്. ആരും അതിൻ്റെ മുകളിൽ പോയി ക്യാമ്പ് ചെയ്യില്ല. കാരണം നല്ല തണുപ്പാണ്. അതിനെ കുറച്ച് അഡ്വഞ്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. You see the dress? I really like it. Hot, right? It's hot.
Yeah, I told you it's hot. That's why I remove my old clothes now. Yeah, you're wearing way more than I am wearing anyway. Yeah, but I don't have thermals. Yeah. This is 2 now. One is this and one t-shirt. I'm wearing Normal only t-shirt. thermal and normal t-shirt. Yeah. The thermal is good. You see, I want to wear the dress. I really want to do it. Hola. You can wear the dress. It's so good. It's like a hat, right? I love the hat. Dame por pena para foto. Hola. Hola. Muy bonita. ഇത് നോക്ക്, കുതിരയിലെല്ലാം ബാഗെല്ലാം ഇട്ടിട്ട് വരുന്നത്, സാധനങ്ങളെല്ലാം പറ്റാത്ത ആൾക്കാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പാക്കേജ് എടുത്തിട്ടാണ് വരിക. $50, $100, കുസ്കോ ടു കുസ്കോ. നമ്മളൊന്നും കൊടുത്തിട്ടില്ല, എല്ലാവരും അങ്ങനെയാണ്. അത് ഗൈഡായിരിക്കും ബാക്കിൽ വരുന്നുണ്ടാവുക. സീരിയസ്ലി എന്താ പറയുക, നമ്മൾ നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ പൈസ കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാം. കഷ്ടപ്പാട് കൂടുതലായിരിക്കുന്നുള്ളൂ. ഈ ബാഗ് മൊത്തം ഏറ്റണം, ടെൻറ്റ് മൊത്തം ഏറ്റണം, താമസിക്കാൻ അതിൽ താമസിക്കാം. ഗൈഡ് നമുക്ക് ഒറ്റയ്ക്ക് പോകാമെങ്കിൽ ഗൈഡിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില സ്ഥലത്ത് എൻട്രി ഫീ വേണം. ഇവിടെ ഇതുവരെ നമ്മുടെ അടുത്ത് ആരും എൻട്രി ഫീ ഒന്നും ചോദിച്ചില്ല. ഗൂഗിളിൽ നോക്കിയപ്പോൾ എൻട്രി ഫീ ഒന്നും ഇല്ല. എന്നാലും ഞാൻ പറയാം, നാലേശൊക്കെ $100 എന്ന് പറഞ്ഞാൽ 8500 രൂപ. നമ്മളിപ്പോൾ ഈ ഒരു ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക ട്രാൻസ്പോർട്ടേഷനും ഫുഡും എല്ലാം കൂടെ മാക്സിമം പോയൊരു $30 ആയിരിക്കും. $100, $30, $70 മാറ്റമായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. എനിക്കതാണ് പറയാനുള്ളത്. എല്ലാവരും പറയും പൈസൻ്റെ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റൂ. നമുക്ക് സമയവും നമുക്ക് ആ മൈൻഡും ഉണ്ടെങ്കിൽ സ്ലോ ആയിട്ട് നമ്മൾ തന്നെ അതിനുള്ള ഈസി വഴി കണ്ടെത്തും. ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ടയർഡായിട്ടുണ്ട്, വിശക്കുന്നുണ്ട്, എന്തേലും കഴിക്കട്ടെ. നോക്ക് എന്ത് രസമാണ്, ബ്യൂട്ടിഫുൾ. ഈ വെള്ളമെല്ലാം കുടിക്കുക, നല്ല വെള്ളമാണേ. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. സോ ബ്രെഡ് മേടിച്ചതുണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. സോ എനിക്ക് ട്യൂണ അത് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓ എന്ത് അടിപൊളിയാണെന്നറിയോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട്. നൈസാണ്. നമ്മൾ റിലാക്സ് ചെയ്ത് സ്ലോ ആയിട്ട് പോകുന്നു. സമയം എടുത്ത് നമ്മൾ 3 ദിവസം, ഇന്നലെയും ഇന്നും നാളെയും എടുത്തിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് 1 ഡേ ട്രിപ്പാണ്. പക്ഷെ 1 ഡേയിലാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി എന്തോ കണ്ട് ഓടിപ്പോയി തിരിച്ചു വരുന്ന പോലെ. ഇത് റിലാക്സ് ചെയ്ത് എന്താ പറയുക, ആ ഒരു ഇത് ഫീൽ ചെയ്യണം. ആ ഒരു നമ്മൾ ആ നാച്ചുറലി നമ്മളിങ്ങനെ ഡിസോൾവ് ആവണം അല്ലേ. Right? We have to dissolve in the nature. That's why we take 3 days. Just for 1 day people go. I think most of the people go for just 1 day, but we took for 3 days, because the traveling also it's like 8 hours up and down, because they start like 4 o'clock and then going to reach at like night 10 o'clock or 11 o'clock. Very hectic. It's like that. Yeah, very hectic. And we don't want to do that, right? Not fun. I don't like it. Like now I can always go back tomorrow by evening, and on Monday I can start working and relax and enjoy. Like, Yeah, and seriously. you can do something else, Yeah, Yeah, this I is like fun. It this way, yeah. നമ്മളിത് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ ട്യൂണയും ബ്രെഡും അവക്കാഡോയും, അവള് ട്യൂണില്ല ബ്രെഡും അവക്കാഡോയും പോലീസും അതാണ് കഴിക്കുന്നത്. ഭയങ്കര അടിപൊളിയും റിലാക്സിങ് ആണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. It's so good, right? It's very good here. Really peaceful and relaxed. You can chill here the whole day. Yeah. എന്താ പറയുക, മൈൻഡൊക്കെ ഭയങ്കര റിഫ്രഷിങ് ആവുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവ് എനർജി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുതിരയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ടോ, കുതിരയിൽ വേണമെങ്കിൽ പോവാം, നടക്കാൻ വയ്യെങ്കിൽ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കാണണമെങ്കിൽ. ഞാൻ ആ കയറ്റം കയറിയിട്ട് ഞാൻ ക്ഷീണിച്ചു. ആണ് സൗണ്ടൊക്കെ എന്തോ ഇത് സൗണ്ടല്ല, എൻ്റെ ബ്രീത്ത് പയ്യപ്പയ്യ നടക്കുന്നത്.
അവിടെ ആ കുട്ടി ബാഗ് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഫുൾ ബാഗുണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ് യുനോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാനാണ് അവളോട് ചോദിച്ച്, ഞാൻ ലഗൂണയിലേക്ക് പോവാണ്, 3 days നീ വരുന്നോ? ഞാൻ ടെൻ്റൊക്കെ അടിച്ചാൽ ഉറങ്ങണേ, ഞാൻ ഫുഡൊക്കെ മേടിച്ച് പോവാം. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, അടിപൊളിയായിരിക്കും, ഞാൻ വരാം അങ്ങനെ പറഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആക്ച്വലി ഇവിടെ നടക്കാൻ. ഈ കുതിരവണ്ടികൾ പോകുന്നത് കണ്ടില്ലേ, സ്ലോ ആയിട്ട് പോകുന്നു. നമുക്ക് ഇനിയുണ്ട് കേട്ടോ കുറേ നടക്കാൻ. നമ്മളെന്തായാലും ഒരു 1 hour റെസ്റ്റ് എടുത്തു, നല്ലതല്ലേ റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പയ്യെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, കാരണം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ഓക്കെയാണ്. പക്ഷെ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇന്നലെ എല്ലാം -7 ഡിഗ്രിയിലാണ് നമ്മൾ ഉറങ്ങിയത്. അപ്പോൾ ഇന്ന് എത്ര മൈനസ് ആവും നമുക്കറിയില്ല, കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 4300 ഉറങ്ങിയത്, ഇന്ന് 5200 പോകുന്നത്. അപ്പോൾ അവിടെ ഉറങ്ങുമ്പോൾ എന്താവും അറിയില്ലല്ലോ. ബ്രീത്ത് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നടന്നുകൊണ്ട്, കാരണം ഇത്രയും വെയിറ്റും ബാഗും തൂക്കിയിട്ടല്ലേ ഞാൻ പോകുന്നത്. എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇതുവഴി ഇങ്ങനെ നടക്കാൻ. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ, നല്ല കാറ്റ്. അവിടെ നമുക്ക് ഈ ബ്ലൂ കളറായിട്ടുള്ള ലഗൂൺസ്, ചെറിയ ലഗൂൺസ് കാണുന്നുണ്ട്. ലഗൂണ എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ സിയറ്റെ എന്ന് പറഞ്ഞാൽ 7 ലഗൂണാസ്, 7 lakes, അതാണ് സിയറ്റെ ലഗൂണ. ഈ കാണുന്നത് കണ്ടോ ഫുള്ള് ലാമയാണ്. ഇതിന് പല പേര് പറയും. ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് ലാമ. It's alpaca, no? Alpaca, llama, same thing? I think similar, not same. Oh, okay. Yeah, they have different thing. I already had this meat, llama meat. Oh wow, you ate the meat as well? Yes, Wow. the local people will have. We will find it lots of in Cusco. Really? Wow. നല്ല രസമുണ്ട്, അതിനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ ചെമ്പരിയാടിനെ പോലെ തോന്നും ഈ പുറംഭാഗം, ഈ സൈഡ്. പക്ഷെ ഈ മുഖം എല്ലാം വേറെയാണുള്ളത്. നല്ല രസമാണ്. ലാമ, ജാമ, ഷാമ, യാമ, അങ്ങനെ പലതാണ് പറയുന്നത്, പല പേരാണ്. സ്പാനിഷിൽ തന്നെ പല നാട്ടിൽ പല പേരാണ്. ഇംഗ്ലീഷിൽ ലാമ, LAMA. നല്ല രസം അതിൻ്റെ മുഖം ഇങ്ങനെ കാണാതെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുക. ആടുകളെ പോലെ ഇങ്ങനെ തിന്ന് നടക്കുക. ഈ ഒരു മൗണ്ടെയിൻ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുണ്ട്. അവിടെ വേറൊരു മൗണ്ടെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ വേറെ എവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാം കൂടുതൽ വൈറ്റാണ് കണ്ടോ, ഫുൾ സ്നോയാ. രാത്രി എന്താവോ എന്തോ, നല്ല തണുപ്പായിരിക്കും എന്തായാലും. ഇവിടെ ഇങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതെന്നൊക്കെ ഉള്ളത്. 7 ലഗൂണും എവിടെയാണെന്നുള്ളതെല്ലാം ഉണ്ട്. അതുവഴി കറങ്ങിയിട്ടൊക്കെ പോകണം. ഇനി നമുക്കൊരു 2 hours നടക്കാനുണ്ട്. ഇനി നമ്മൾ അധികം ആരെയും കാണില്ല, കാരണം തിരിച്ചു വരുന്ന വഴി ഇതും പോകുന്ന വഴി ഇതുമാണ്. നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് ഈ സമയത്ത് ആരും അങ്ങോട്ട് പോകില്ല, കാരണം ഇപ്പം അങ്ങോട്ട് പോയാൽ തിരിച്ചിറങ്ങാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഉണ്ടോ ഫുള്ള് സ്നോയാ. യു സീ ഇറ്റ്സ് ഫുൾ സ്നോ there. Yeah, wow. It's full. That's crazy. Yeah, it's good. I think it will be more, mucho cold, mucho frío at night. Okay, girl, let's walk fast because I think because of that guy, we started walking slow, thinking that. നമ്മളോട് ഒരാൾ പറഞ്ഞു 1 മണിക്കൂറുള്ളൂ, പക്ഷെ ഇനിയുണ്ട് 2 മണിക്കൂർ. ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 7 lakes എന്നും കാൻറ്റിസ്ക്വാച്ച അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇന്നലെ ക്യാമ്പ് ചെയ്യാൻ നിന്നത്, പക്ഷെ ഇന്നലെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നല്ല ആൾട്ടിറ്റ്യൂഡാണ്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ സ്റ്റീപ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം 4500 ആയിട്ടുള്ളൂ. 5200 ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഹൈറ്റ് ആയിട്ടുണ്ടാവും. പയ്യെ നടക്കുക. നമ്മളിതാ ഇവിടെ റെസ്റ്റ് എടുക്കുവാണേ കുറച്ച് നേരം. How is it now? The trekking starts now, right? Yeah. Just now it starts. Before it was not started. Feels like now it started. Now it started. ഭയങ്കര അടിപൊളിയാ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ. കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. നടന്നു പോകുന്ന വഴിക്ക് കുറേ ലാമയെ കാണാം, കുറേ ഫോക്സിനെ കാണാം, കുറേ കിളികളെ കാണാം. ഫോക്സിൻ്റെ പേരെന്തായിരുന്നു മലയാളം? ചെന്നായയാണോ? ചെന്നായല്ലേ, ഞാൻ മറന്നു. യു ആർ സീയിങ് ഫസ്റ്റ് ടൈം? വാ
Wow. Wow. They're strong, you know, they're running Yeah. so fast. I think that was a squirrel. No. Fox? It's fox. Wow. Not squirrel. Squirrel is this much big, no. Ah. Yeah. You saw, right? Yeah, lots of. Not squirrel. Squirrel don't jump. They run. You see, full. അയ്യോ ക്യാമറയിൽ കാണാൻ പറ്റില്ല മണ്ണിൻ്റെ കളറും സ്റ്റോണിൻ്റെ കളറും എല്ലാം ആയതുകൊണ്ട്. Pueden llegar unos 40 minutos. 40 más para Primera Laguna. Una hora. Sí, una hora ya es suficiente. Sí. Gracias. Oh. മിണ്ടാൻ പറ്റല്ല, നല്ല കാറ്റും. ഇനിയുണ്ട് 1 hour. കേറ്റോണം അങ്ങോട്ട്. ഇപ്പൊ കൂടുതൽ സ്റ്റീപ്പായേ, പയ്യെ നടക്കുവാ. ഇതുവഴി കറങ്ങി അതുവഴി ഇറങ്ങി. അയ്യാ മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി അപ്പുറത്തേക്ക് എത്തി. എൻ്റെ ചുണ്ടൊക്കെ നോക്ക്, വെള്ളം കുടിക്കുന്നുണ്ട് കുറച്ചൊക്കെ. വെള്ളം ഓൾമോസ്റ്റ് തീരാനായി. വെഹിക്കിലെത്തിയിട്ട് പിന്നെ ബാക്കി കുടിക്കണം എന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം ഇങ്ങനെതായി ഡ്രൈ ആയിട്ട് ടാറായി. Need to walk a lot till 1 more hour. I think 1 more hour. Yeah. ഇവിടെ ഒരു അമ്മമ്മ എന്തോ വിൽക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ, സുവനീർ സംഭവങ്ങളൊക്കെ അല്ലേ. മിണ്ടാൻ പറ്റില്ല. How are you feeling now? Better, but the climb was really tough. Yeah. Very tough. I feel headache. Quantis? How much? 40. 41? Yeah. We bought it 8, right? 8 soles. Yeah. 8 sol I and think it's here 40. it is more real. I think they don't bring it from down. It's No, real they stuff. make. Yeah. They make and they sell. Yeah, it's real stuff. Yeah, real. Yeah. The money is the, how to say, it's the, they have only that income. They don't have any other income maybe. I like the dress of the, you see the head? It's beautiful. To For protect from the protecting, sun. sun and everything. Everything good. ¿Cuánto hora 7 Laguna? 7 lagunas, 25 minutos. 26 minutes. 26 For her, 1 hour for us. Yeah. Muchas gracias, mejor. Sí. 1 kilómetro medio. 1 kilómetro medio. 1.5 kilometers. Yeah. Yeah. Sí. Yeah, but her voice is so sweet. Yeah. How do you say voice? Esto ya no hay sobera. Tú. Poquitito sobera, 5 minutos. 5 minutos. നമ്മൾ നടക്കുന്ന പോലെ ഇരിക്കും എത്ര ടൈം എടുക്കും എന്നുള്ളത്. പുള്ളിക്കാരിയുടെ വീട് ഇവിടെ തൊട്ടപ്പുറയാണ് കേട്ടോ. സേർക്ക കാസ സേർക്ക സി ഹസ്ബൻഡും പുള്ളിക്കാരിയും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ടെൻ്റ് അടിക്കാം അടുത്ത് വല്ലതും. അല്ല അറിയില്ല, നോക്കട്ടെ. ലെറ്റ്സ് ഗോ. വാമോസ്. എൻ്റെ അമ്മ എന്തൊരു അടിപൊളിയാണെന്നറിയോ, ഒന്നും പറയാനില്ല. ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാൻ. ഒടുക്കത്തെ കാറ്റ്, ഞാൻ തന്നെ ഇങ്ങനെ ഇളകി പോകുന്നു. ഇത് എത്രയോ ദൂരെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് തൊട്ടുള്ള മലയ്ക്കൊക്കെ ഓരോരോ കളറാണുള്ളത്, ശരിക്കും വേറെ വേറെ കളർ തന്നെ. അവിടെ നോക്ക്, അവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ മൊത്തം സ്നോ ആയിട്ട് കിടക്കുന്നത്. അടിപൊളിയാണ് എന്തായാലും.
അടിപൊളി ട്രക്കിങ് തന്നെയാണ്. നമ്മളിപ്പോൾ ഓടിപ്പോയിട്ട് ബാഗൊന്നും ഇല്ലാണ്ട് ചാടി ഓടി രാവിലെ 4 മണിക്ക് എണീച്ച് പോയി രാത്രി 10 മണിക്ക് തിരിച്ച് വരുന്നേക്കാളും നല്ലതാണ്. എത്രയോ അടിപൊളിയാണ്. നമുക്കത് ഫീൽ ചെയ്ത് പോകുന്നത്. നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം എല്ലാ ബുദ്ധിമുട്ടും കഴിഞ്ഞ് ലാസ്റ്റ് ആ സ്ഥലത്ത് എത്തുമ്പോഴൊരു ഫീലുണ്ട്. എൻ്റെ അമ്മോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഈ ഒരു ട്രക്കിങ് 15 കിലോമീറ്ററാണ്. പക്ഷെ 15 കിലോമീറ്റർ 1 സൈഡാണോ 2 സൈഡാണോ നമുക്കറിയാൻ പാടില്ല. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോന്നാണ് പറയുന്നത്. ഗൂഗിളിലൊക്കെ 15 കണ്ടു, അതാണ് ഞാൻ 15 പറഞ്ഞത്. പക്ഷെ 15 തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണോ എന്ന് ഞാൻ നോക്കിയതുമില്ല. എന്തായാലും ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെപ്പോൾ തുടങ്ങിയതാ, ഇനി എവിടെ ടെൻ്റ് അടിക്കുക അറിയില്ല. എന്തായാലും വെള്ളം കിട്ടുന്നൊരു സ്ഥലത്ത് ടെൻ്റ് അടിക്കണം. വെള്ളം കുടിക്കാനെങ്കിലും വെള്ളം വേണമല്ലോ. എന്തായാലും ചെറിയ വീട് പോലെയൊക്കെ കാണുന്നുണ്ട്. അത് ആര് കെട്ടി വെച്ചതാ? ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെന്താ എന്തെങ്കിലുമായിട്ട് കെട്ടിയതായിരിക്കും തോന്നുന്നു. അവിടെയൊക്കെ നമുക്ക് ഫുൾ സ്നോയാണ് കാണുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നൈസാണ്. ഓരോ മലകൾക്കും ഓരോ ഷേപ്പും ഓരോ കളറും, റെഡ്, യെല്ലോ, ഗ്രീൻ, പച്ച, പല പല കളർ, വെള്ള, കറുപ്പ്, മഞ്ഞ, മഡിന് തന്നെ പല പല കളറ്, അങ്ങനെ. ഇപ്പോൾ സമാധാനമായി. ഒന്ന് പ്ലെയിൻ സ്ഥലത്തെത്തി. ഇത്ര നേരം സ്റ്റീപ്പായിരുന്നു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാൻ പറ്റില്ല. ചത്തു പോണ പോലെ തോന്നും. ബ്രീത്ത് കിട്ടാണ്ട് നോക്കി നോക്കാം ഉള്ളിൽ പോയിട്ട് അവിടെ എന്താന്ന്. മേ ബി ഈ ലാമേനെയും ഒക്കെ വെക്കുന്ന സ്ഥലമാണോ? പക്ഷെ ചെറിയൊരു സ്ഥലമാണ്, ചെറുത്. നമുക്ക് ടെൻ്റ് അടിക്കാം അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ കുനിഞ്ഞു വേണം കയറാൻ. കാറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ടെൻ്റ് അടിച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ ആ കാറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അത്ര പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമല്ല, എന്നാലും കാറ്റിൽ നിന്ന് തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബെറ്ററാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി വെക്കാം വേറെ സ്ഥലം കിട്ടുമോ എന്താണെന്നുള്ളത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതുവഴി പോയാൽ നമ്മൾ തിരിച്ച് ഇതുവഴിയല്ല വരിക, വേറെ വഴിയാണ് വരിക തിരിച്ചിറങ്ങുന്നത്. കാരണം ലേക്സ് ഇങ്ങനെ ഓരോരോ ചുറ്റിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അറിയില്ല, നോക്കണം. What? Yeah, I was thinking about that. But it's not plain. But it will protect from the cold. From the wind, right? From wind and cold. Yeah. It's too much. Now also feeling cold. So at night it will be very cold. So we have to find something like this. I don't know how far it is. That's why. If we know, we can camp here and go and come back. But we didn't know anything. But so beautiful, Yeah. If we camping open, it will be more beautiful view. But we don't get sleep. That's the problem. Which way is it? What do you think? Yeah, this is the way. We have to go this way. Why is there no mark? Nothing. No, nothing. We have to find it. Only you and me and mountains and few llamas. Yeah. Another name of the llama? What's that? Akalpa? Huh? Alpaca. Huh? Alpaca? Alpaca. Yeah. See. Alpaca. Just a bit of difference. Llama Yeah. has more hair, alpaca has less hair. Oh, okay. അൽപ്പാക്കയും ലാമയും രണ്ട് സാധനമാണ്. സെയിം അല്ല, സിമിലർ ആണ്. കൂടുതൽ ഹെയർ ഉണ്ട്, കൂടുതൽ ഹെയർ ഇല്ല. അങ്ങനത്തെ രണ്ട് സംഭവങ്ങളാണ്. ബട്ട് എനിവേ now it's more and more beautiful, right? Yeah. All places more beautiful. I like it here. ഇവിടെ നോക്ക്, ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Hola, ¿cómo estás? ¿Siete Laguna? 3 minutos. ഓ, നോക്ക് കുറേ കിളികൾ പറക്കുന്നു. അവിടെ എന്തോ വീടോ ഡോഗ്സോ എന്തൊക്കെയോ ഉണ്ട്. ഡോഗ്സെല്ലാം ഓടി വരുന്നുണ്ട്. ഇതൊക്കെ കുറേ ലാമേൻ്റെ ആട്ടുംകാട്ടൊക്കെ പോലെ ലാമേൻ്റെ കാട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആളവിടെ എന്തോ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷിയല്ല, അതിങ്ങനെ ഇളക്കി ഇതാക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല.
അങ്ങോട്ട് പോയേക്കാം. അവിടെ ഹട്ട് പോലെ കാണുന്നുണ്ട്. അതെന്താ? സോളാറൊക്കെ കാണുന്നുണ്ടല്ലോ. ഓയ്, ദർ ഈസ് സോളാർ. ഡിഡ് യു സോ കിറ്റോ? ദർ ഈസ് സോളാർ. I think people stay there, right? Huh? No, sleep, dormir aquí. De cambar. Sí, cambar. Lejos. Lejos 7 Laguna. Cerca, 3 minutes. 3 minutes എന്നുള്ളൂ. ഓ, എന്ത് രസാ. ഈ ഒരു മലേൻ്റെ താഴെയുള്ള വീടുകൾ 3 വീട് കാണുന്നുണ്ട്. 4 എന്നാലും ചെറിയൊരു ഇതാ കാണുന്നത്. ഓ, പ്രൊട്ടക്ഷന് വേണ്ടി കുറേ ഡോഗ്സൊക്കെ ഉണ്ട്. നടന്നു നോക്കാം. 3 minutes എന്ന് പറയുമ്പോൾ ഒരു 10 minutes കൂട്ടാം. അവർ 3 മിനിറ്റ്, നമുക്ക് 10 മിനിറ്റ് ആവും ബാഗെല്ലാം ആയിട്ട് നടക്കണ്ടേ. ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതാണ് ഇപ്പോൾ എത്ര ആയിന്ന് അറിയില്ല ആൾട്ടിറ്റ്യൂഡ്. അത് നോക്കാനുള്ള സാധനം ഉണ്ട് എൻ്റെ ഫോണിൽ, ആപ്ലിക്കേഷൻ ഉണ്ട്. അയ്യോ, ഈ ടോപ്പിൽ നമുക്കിവിടെ വാഷ്റൂമൊക്കെ കാണാം. നമ്മൾ എത്താറായി, ഓൾമോസ്റ്റ് എത്തി. നമ്മളിത് കാണാൻ പോവാണ്. ഓ, വാവ്. We reached. Finally, I think we reached. Oh, there are ducks. No, what's that? I don't know. There's one here. Yeah, it's ducks. Wow, beautiful. You see? എന്ത് രസാ. അടിപൊളിയാണ്. ഇനി നമുക്ക് അങ്ങനെ ഒന്ന് പോകണം. ഇത് ഫസ്റ്റാന്ന് തോന്നുന്നു. ഇത് ഫസ്റ്റ്. എന്ത് അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട് 4756. ബിഗ് റെഡ് ലേക്ക് ആൾട്ടിറ്റ്യൂഡാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് രസാ. റെഡ് കളറിൽ ബ്യൂട്ടിഫുൾ. എൻ്റെ അമ്മോ, എൻ്റെ കണ്ണിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ അമ്മോ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സീരിയസ്ലി ഈ തലയൊക്കെ വേദന എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണുമ്പോണ്ടല്ലോ, ഓ, എല്ലാം മറന്നു പോവും. Abajo, 3 chocitas. ¿Tú dormir aquí? Sí. Oh, ¿tu casa? Está vendiéndose todo el día. Está vendiendo en la tienda. ¿Tú, pero tú? Sí, Pero, sí, pero. sí. Sí, Mi perro. sí, bien. Muy bien. Tú bonito, lindo. Para propina, Poquito español. propina. Propina. Sí, así. Para foto. Ah, no. ¿Por qué? അവർ നമ്മളടുത്ത് പൈസ ചോദിക്കാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന്, വീഡിയോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനെല്ലാം Foto. Para mí. പ്രൊപ്പീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചോദിക്കുന്നതാണ്. നമ്മൾ പൈസ ഉണ്ടായിരുന്നു നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത്. ജസ്റ്റ് അവർ വീഡിയോ എടുക്കാനാണ് അവർ ചോദിക്കുന്നത് പൈസ. പക്ഷെ നല്ല ആൾക്കാരാണ്. ഇവിടെ എന്ത് രസാ ഡോഗ്സിനെല്ലാം കാണാമെന്നറിയോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇവിടെ ക്യാമ്പ് ചെയ്താലോ എന്നാണ്. കാരണം ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് കാറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതും ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതോ ഇനി ഒന്നാമത്തെ ലേക്കായിട്ടില്ല, 7 ലേക്ക് ഉണ്ട്. എന്താ ചെയ്യേണ്ടതറിയില്ല. ബെറ്റർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഞാൻ തോന്നുന്നു. ഞാനിതെങ്ങനെ എവിടെ ക്യാമ്പ് ചെയ്യണോ അവിടെ പോകണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുന്നു. ഞാനിങ്ങനെ ഇവിടെ നോക്കി ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്തിനാണെങ്കിലും എന്ന് ഓർത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. സോ അടുത്ത എപ്പിസോഡ് കണ്ടാലറിയാം എന്താണ് ഉണ്ടായതെന്നുള്ളത്. സോ ഈ വീഡിയോ ഞാൻ പറയാൻ പറ്റുന്നില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.